ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസത്തെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 9 മണിയായി കാണും രാത്രി നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നേരെ നമ്മൾ സ്റ്റാച്യൂലോട്ടാണ് പോകുന്നത്. അപ്പോൾ റോഡുകളിലെല്ലാം ഇങ്ങനെ പലതരത്തിലുള്ള ഡാൻസ് പ്രോഗ്രാമുകൾ, ഗാനമേള ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസത്തിൽ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. നമ്മുടെ സിറ്റി എല്ലാം ഫുള്ളി ഓണായിരിക്കും. അപ്പോൾ ഇതാ ഐഷുവും ഉണ്ട്, ആച്ചും ഉണ്ട്. ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ. റോഡിൽ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളും പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാളയം മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്താണ്. അവിടെയും ഗാനമേളയും എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, റോഡ് ഫുള്ള് ആളുകളാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു റോഡിൽ. ഒരു 9 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോഴും നല്ല തിരക്കുണ്ട് റോഡിൽ. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് സ്റ്റാച്യൂവിൽ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ റോഡുകളിലെല്ലാം ഇതുപോലെ കല്ലുകളൊക്കെ നിരത്തി അവർ പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനാണ്. എല്ലാവരും പേരൊക്കെ എഴുതി സീറ്റിങ്ങനെ പിടിച്ച് റെഡിയാക്കിയിട്ടൊക്കെയാണ് അടുപ്പ് പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ളൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ നേരെ സ്റ്റാച്യൂവിൽ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവർ അവിടെ മുറുക്കൊക്കെ ഉണ്ടാക്കുകയാണ്. കാരണം അവർക്ക് ഈ പൊങ്കാല സമയത്ത് നല്ല സെയിലുണ്ടാവും കേട്ടോ ഈ മുറുക്കിനൊക്കെ. അപ്പം ഇതിൽ ചേർക്കുന്നത് അരിമാവ്, വറുത്ത് പൊടിച്ച ഉഴുന്നുമാവ്, ഉപ്പ്, എള്ള്, ജീരകോമം ഇതൊക്കെ വെള്ളം കൂട്ടി കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല എന്താ പറയണ, ഒരു മായങ്ങളും ചേർക്കാതെ അവരുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല കേട്ടോ. നല്ല സാധനമാണിത്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഈ കട ഇരിക്കുന്നത് സ്റ്റാച്യു ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുറുക്ക് മാത്രമല്ല, അച്ചപ്പം, നെയ്യപ്പം, പക്കാവട, മുന്തിരിക്കൊത്ത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് പിന്നെ അതിനെ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മണി ഒരു 12 കഴിഞ്ഞിട്ട് 1 മണിയൊക്കെ ആയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയാണ്. നമ്മൾ പോകുന്നത് ഈസ്റ്റ് ബോട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ രാത്രി ഒക്കെ കണ്ടില്ലേ ആളുകളൊക്കെ ഉണ്ട് റോഡിൽ. ആരും അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവരും ഉണ്ട്. ഹസ്ബൻഡ്, ചേച്ചി, മക്കൾ, ചേട്ടൻ, ഫാമിലി അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം നമ്മൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകും കേട്ടോ. 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. നടന്നാണ് പോണത്. അപ്പം എല്ലാ വഴി നീളെ കല്ലുകൾ കണ്ടില്ലേ. ആൾക്കാർ ഉറക്കം വന്ന് ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്. പിറ്റേ ദിവസം രാവിലെ എണീച്ച് റെഡിയായി പൊങ്കാല ഇടാനായിട്ട്. ഒത്തിരി ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് ഇതുപോലെ പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ അടുപ്പ് പിടിച്ചിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ വരുന്നത്. ഇപ്പോൾ ഈ പൊങ്കാലയെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ് നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക്. അപ്പോൾ നമ്മളിതാ ഈസ്റ്റ് ബോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചേച്ചി ഇട്ടിരിക്കുന്ന പർപ്പിൾ ഒരു കുർത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഞാൻ എൻ്റെ ഷോർട്സിലിട്ടതാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും വാങ്ങിച്ചു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഇനി റോഡിൽ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കി. ചെറിയ വിറക് കഷ്ണങ്ങൾ, ഇതാ ശർക്കര, തേങ്ങ, അരി, വാഴയില, പാത്രങ്ങൾ, തോർത്ത്, പൂ കെട്ടുന്നുണ്ട് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സകല സാധനങ്ങളും നമുക്കിപ്പം പണ്ടൊക്കെയാണ് എല്ലാം കൊണ്ടുവന്നൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നും കൊണ്ടുവരേണ്ടതാ. നമുക്ക് കല്ല് വരെ നമുക്ക് കിട്ടും. കല്ല്, ശർക്കര എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാം. എല്ലാ റോഡിൽ അവൈലബിൾ ആയിരിക്കും. എത്ര മണി വെളുക്കുന്നത് വരെയും എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. തെരളീര ഇല, ഞങ്ങൾ തെരളീര ഇല ഇതുവഴി പോയപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ കൊതുമ്പ് ചൂട്ട് അതെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഈസിലി അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാം. പിന്നെ റോഡുകളിൽ അവിടെ ആയിട്ട് ദേവിയുടെ ഇതുപോലെയുള്ള ഒരു പൂജകളും മറ്റും നടത്തും കേട്ടോ. അവിടെയെല്ലാം നമുക്ക് ഫുഡ്
പിറ്റേന്നത്തേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുമേ. അതായത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും ഫുഡൊക്കെ കണ്ട വലിയ പാത്രങ്ങളിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളൊക്കെ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അന്നദാനമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം പൊങ്കാല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാത്രി ഒരു 12:30-1 മണിയാണ് സമയം. കണ്ട റോഡ് എന്ത് തിരക്കാണെന്ന്. അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രത്യേകത, ഒരു വൈബ് എന്താണെന്നുള്ളത്. ഭയങ്കര ഒരു വലിയ സംഭവമാണ് കേട്ടോ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ച് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് ഏകദേശം 2-2:30 മണിയായി കേട്ടോ. പക്ഷേ കുട്ടികളൊന്നും അപ്പോഴും ഉറങ്ങിയിട്ടുമില്ല. അവരിങ്ങനെ അവർ നടന്നിട്ടൊന്നും അവർക്ക് ക്ഷീണവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ക്ലിയറൻസ് സെയിലൊക്കെ നടത്തും. ഈ ആറ്റുകാൽ പൊങ്കാല ഡ്രസ്സിൻ്റെയൊക്കെ ക്ലിയറൻസ് സെയിലൊക്കെ ഈ ഒരു സമയത്ത് നടത്താറുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ അവർക്ക് വിറ്റഴിയുന്നുമുണ്ട്. പിന്നെ ഇതാ പൂവ്, ഞാൻ കൊഴുന്ന് വാങ്ങിച്ചേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കൊഴുന്ന്. അതിൻ്റെ മണം നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.